ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ചില ആളുകളൊക്കെ എന്താ പറയുക, എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ വിഷമിച്ച് മാറി നിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സമയം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ സമയം, വിടുതൻ്റെ സമയം, നന്മയുടെ സമയം. ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയമാണ്. ഇവിടെ എത്ര വലിയ ബന്ധനങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ കാവലുകളുണ്ടെങ്കിലും ശരി, ആ കാവലുകളെല്ലാം മാറി കർത്താവ് നിങ്ങളെ മുന്നോട്ട് 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 നയിക്കുവാനായിട്ട് പോവുകയാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞാലോ? യെസ്, ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു എലീറ്റ് സ്പോൺസറാണ്. അബുദാബിയിൽ നിന്ന് ഡോക്ടർ നിധി മിഥുൻ റോയ് ആണ്. താങ്ക് യു. ഇന്ന് നിധിയുടെയും മിഥുൻ റോയുടെയും 21ാമത്തെ വിവാഹ വാർഷികമാണ്. വാവ്, ഹാപ്പി ആനിവേഴ്സറി നിധി ആൻഡ് ഡോക്ടർ മിഥുൻ. കർത്താവ് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അവർ രണ്ടുപേരുടെ കുടുംബജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. അതോടൊപ്പം മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ എൻജിനീയറിങ്ങിന് വേണ്ടി കർത്താവെ പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളെയും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് അങ്ങ് അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. പ്രൈസ് ഗോഡ്. ഇന്നത് സ്പോൺസർ ചെയ്തതിന് നിധിയോടും ഇതിനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ 2 പ്രധാനപ്പെട്ട കോൺഫറൻസ് ഈ സമയത്ത് നിങ്ങൾ കാണാം. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കാനുള്ള ഒരവസരമുണ്ട്. ദയവായി രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടും അതിന് പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല. 21 വയസ്സ് മുതൽ അങ്ങോട്ട് ഏത് പ്രായത്തിലുള്ള എല്ലാ സഹോദരിമാർക്കും അതിൽ പങ്കെടുക്കാം. ദയവായി രജിസ്റ്റർ ചെയ്താലും. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് നമുക്കൊരു സ്പെഷ്യൽ കാര്യം കൂടി ഉള്ളത്. ഇന്ന് ഓൺലൈനായിട്ട് നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് മീറ്റിംഗ് പുതിയ കെട്ടിലും മട്ടിലും ഒക്കെ പുതിയൊരു രീതിയിലേക്ക് ഇന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ വരാൻ പോവുകയാണ്. നമ്മുടെ ശുശ്രൂഷകൾ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. ദയവായി ആ മീറ്റിങ്ങിൽ കൂടെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് എല്ലാവരെയും പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്നും നാളെയും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, എൻ്റെ ഹാർട്ടിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ, നേരെ ഹാർട്ടിലേക്ക് പോകണം. ഇങ്ങനെ ഒന്ന് ഹാർട്ടിലേക്ക് വരും. സോ ഇന്നും നാളെ വളരെ കീൻ അറ്റൻഷൻ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ചില പാട്ടുകളാണ്. വിരസമായി പോകുന്ന ജീവിതത്തിൽ വളരെ ഇനി 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 ഇങ്ങനെ തന്നെ അവസാനിക്കുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില ഇടപെടലുകളിലൂടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുകയാണ്. കണ്ടു, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു പെൺകുട്ടി, ടീനേജ് ഗേൾ, കല്യാണം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു ദൈവദൂതൻ വന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്നതനുസരിച്ച് മംഗളവാർത്ത അറിയിക്കും. നിനക്കൊരു കുഞ്ഞുണ്ടാവുന്നു. മംഗളവാർത്ത എന്ന് നമ്മൾ പറയുമെങ്കിലും അത് അത്ര വലിയ നല്ല മംഗളവാർത്ത ആയിരുന്നില്ല. പ്രാക്ടിക്കൽ ലൈഫിൽ കല്യാണം കഴിയാത്തൊരു പെങ്കൊച്ച് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ സമയത്തുണ്ടാകാൻ പോകുന്ന, എങ്ങനെയത് പറയേണ്ടതെന്ന് അറിഞ്ഞു, സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അതിൻ്റെ റിവർബറേഷൻസ് ഭയങ്കരമല്ലേ. കല്യാണം പറഞ്ഞു, എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ളൂ, കൊച്ചു പ്രഗ്നൻ്റായെന്ന് പറഞ്ഞാൽ എന്താ നാണക്കേട്. 1 കൊല്ലം കഴിഞ്ഞ കല്യാണം യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അതിനുള്ളിൽ കുഞ്ഞു പുറത്ത് വരും. കല്യാണം കഴിയുന്നതിന് മുമ്പ് കുഞ്ഞു പുറത്ത് വരും. ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇതുപോലൊരു നാണക്കേടുണ്ടോ? that is the other side of the coin. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ദൈവം അവളുടെ ജീവിതത്തിൽ ചെയ്തത്, സ്ത്രീകളിൽ എത്ര കോടി സ്ത്രീകൾ ഇതിനകം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും ജനിക്കും, ജീവിക്കും. അപ്പൊ ലോകാരംഭം മുതൽ ലോകാവസാനം വരെ എത്ര സ്ത്രീകൾ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ടോ അവരിലെല്ലാവരിലും വെച്ചൊരു ഭാഗ്യം എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു പ്രിവിലേജ്, വലിയൊരു അനുഗ്രഹം ഈ മറിയ എന്ന കന്യകയ്ക്ക് കിട്ടി.
കാരണം സർവപ്രപഞ്ചത്തിൻ്റെയും ദൈവം, എന്നോടൊപ്പം ചിന്തിക്കണേ, പ്ലീസ്, സർവപ്രപഞ്ചത്തിൻ്റെയും, പ്രപഞ്ചം എന്താണെന്ന് പോലും ഉൾക്കൊള്ളാൻ നമുക്കറിയില്ല, അത്രയ്ക്ക് വലിയ ബൃഹത്തായ അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവും ആർക്കിടെക്റ്റുമായ ഡിസൈനറായ മഹാദൈവം, ആത്മാവാകുന്ന മഹാദൈവം, പരിശുദ്ധൻ ഇന്ന് രാപകൽ ദൂതന്മാർ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മഹാദൈവം ഈ പെൺകൊച്ചിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞായി ജനിക്കുന്നു എന്ന് പറയുന്നത് എത്ര ഭയങ്കര ഭാഗ്യമാണ്. അതുകൊണ്ടാണ് അവൾ പാടിയത്, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. അപ്പം ഞാൻ പറയാൻ വന്നത്, ആ ഒരു ലൈഫിൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ അവളുടെ ജീവിതം മൊത്തം മാറിയ. ഇതുപോലെ തന്നെ പ്രായം ചെന്ന സഖരിയാവ് എലിസബത്ത് ദമ്പതികൾ ദൈവിക ശുശ്രൂഷയിലാണ്, പുരോഹിതനും ഭാര്യയുമാണ്. അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചത്, അതോടുകൂടി അവരുടെ ചരിത്രവും ലോക ചരിത്രവും മാറിപ്പോയി. ഇങ്ങനെ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലുകൾക്ക് റെഡിയാകാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ, പഴയ കാലങ്ങളിലെ ദൈവിക വാഗ്ദത്തങ്ങളെ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം പ്രവർത്തിക്കും എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഐ എം ടോക്കിംഗ് ടു യു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലത് പ്രവർത്തിക്കുന്ന മാത്രമല്ല, അതിൽ നിന്നും ചില സാക്ഷ്യങ്ങൾ, അതിൽ നിന്നും ചില പാട്ടുകൾ കർത്താവ് തരും. ആ പാട്ടുകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് മറിയയുടെ പാട്ട്, ഒരേ അധ്യായത്തിൽ തന്നെ 2 പാട്ട്. ഒന്ന് മറിയയുടെ പാട്ട്, വളരെ പ്രായം കുറഞ്ഞ ഒരു പെങ്കൊച്ചിൻ്റെ പാട്ട്. 2 പ്രായമുള്ള ഒരു പുരോഹിതൻ്റെ പാട്ട്. സോ മേരി സോങ്, സക്കറിയ സോങ്. മേരി സോങ് ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്ന് പഴയ നിയമത്തിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്കും കുറച്ച് പ്രായം ചെന്ന് കാണും. കാരണം കല്യാണം കഴിഞ്ഞ് അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ടു. പഴയ നിയമത്തിൽ തന്നെ ഉള്ള പ്രവാചകന്മാരിൽ വളരെ വിശ്വസ്തനായ, അഭിക്ഷിപ്തനായ, രാജാക്കന്മാരെ പൊക്കിയെടുക്കുന്ന ശുശ്രൂഷ ചെയ്ത, തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു പ്രവചന ശബ്ദം പോലും പാഴാകാതെ അത് പൊള്ളയായി പോയി നിറവേറാതെ പോകാതെ അങ്ങനെയുള്ള പ്രവചന ദൂതുകൾ സംസാരിച്ച അഭിക്ഷിപ്തനായ ശമൂവേൽ ഈ ഹന്നയുടെ ഉള്ളുരുകി പ്രാർത്ഥന എന്ന് പുറത്തു വന്നു. ഞാൻ ഒരു പ്രവചന ദൂത് നിങ്ങളോടായി പറയാൻ, അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, എന്ന് വെച്ചാൽ ഉപവസിച്ചും മുഴുരാത്രി പ്രാർത്ഥനയിലും പല രീതിയിലുള്ള പ്രാർത്ഥനയിലൊക്കെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില വ്യക്തിത്വങ്ങളെയും, ചില വാഴുന്നവരെയും, അഭിഷിക്തരെയും, ഡൊമീനിയനും റൂളർഷിപ്പും ഉള്ളവരെയും പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അങ്ങനെയുള്ള ചില പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുക. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. അങ്ങനെ ആ മേരിയുടെ, മറിയയുടെ പാട്ട്, സഖരിയാവിൻ്റെ പാട്ട്, ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതിൽ ഈ സഖരിയാവ് പാടി വരുമ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ 71-ാമത്തെ വചനം, അത് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 71. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് അവർ കാണുന്നത്. As he said through his holy prophets long ago, verse number 70, 71, salvation from our enemies. 69-ലാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. He has raised up a horn of salvation for us in the house of his servant David. നിങ്ങളതിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എ ഹോൺ ഓഫ് സാൽവേഷൻ അണ്ടർലൈൻ ചെയ്യുക. രക്ഷയുടെ കൊമ്പ് അണ്ടർലൈൻ ചെയ്തു. എ ഹോൺ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ കൊമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രക്ഷ കേട്ടിട്ടുണ്ട്, കൊമ്പും കേട്ടിട്ടുണ്ട്. രക്ഷയുടെ കൊമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് എന്ത് കൊമ്പ്, ഏത് കൊമ്പ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ, ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ബൈബിൾ എഴുതപ്പെടുന്നത്. അതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഓരോ വേഴ്സും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ ബൈബിൾ കൂടുതലായി
പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി കൂടെ നോക്കണം. എങ്കിൽ മാത്രമേ ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് മീനിങ്, അതാണ് യഥാർത്ഥ മീനിങ്. അതിനുശേഷം അത് പ്രൊഫറ്റിക്കായിട്ടോ പല രീതിയിൽ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഉപയോഗിച്ചു. പക്ഷേ വി ഷുഡ് നോ ദ ഒറിജിനൽ മീനിങ്. അതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വാട്ട് ഡസ് ദ ഹോൺ റെപ്രസെൻറ്റ് ഹിയർ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊമ്പ് അല്ലെങ്കിൽ രക്ഷയുടെ കൊമ്പ് എന്താണ്? ഡ്യൂട്രോണമി 33 ആൻഡ് വേഴ്സ് നമ്പർ 17. ആവർത്തന പുസ്തകം 33:17 വായിച്ചാൽ ഇവിടെ കാണുന്നത്, ഇൻ മാജസ്റ്റി ഹീസ് ലൈക്ക് എ ഫസ്റ്റ് ബോൺ ബുൾ, ഹിസ് ഹോൺസ് ആർ ദ ഹോൺസ് ഓഫ് എ വൈൽഡ് ഓക്സ്, വിത്ത് ദം ഹി വിൽ ഗോർ ദ നേഷൻസ്, ഈവൻ ദോസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദി എർത്ത്. ഇവിടെ പറയുന്നത് ഒരു കാളയുടെ അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ, എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ മലയാളത്തിൽ, നോക്കുക. ഹിസ് ഹോൺസ് ആർ ദ ഹോൺസ് ഓഫ് എ വൈൽഡ് ഓക്സ്. ഒരു കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെയാണ് അവൻ്റെ കൊമ്പുകൾ. വിത്ത് ദം ഹി വിൽ ഗോർ ദ നേഷൻസ്. രാഷ്ട്രങ്ങളെയൊക്കെ കുത്തിക്കീറുന്ന രീതിയിലൊരു കൊമ്പായിരിക്കും. ഈവൻ ദോസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ അറ്റം വരെയുള്ളവരെ അവൻ കുത്തിക്കീറും. അപ്പോൾ ഇവിടെ ദ ഹോൺ സിംബലൈസസ് പവർ, ഭയങ്കരമായ ഒരു ശക്തി. ഇവിടെ ഒരുപക്ഷെ പൊളിറ്റിക്കൽ പവർ ആകാം, എന്തുമായിക്കോട്ടെ. അപ്പോൾ രക്ഷയുടെ കൊമ്പ് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, ഹോൺ ഈസ് എ സിംബൽ ഓഫ് പവർ. പവർലെസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു കുടുംബനാഥൻ പവർലെസ് ആയിപ്പോയി, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ പവർലെസ് ആയിപ്പോയാൽ പിന്നെ എന്തിനുള്ള? പവർ ഉള്ളപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. കർത്താവ് പറഞ്ഞു, ഐ വിൽ pour out my power on you from high. ലൂക്കോസിന്റെ സുവിശേഷം 24:49 എൻ്റെ ഓർമ്മ. കർത്താവ് പറയുന്നത്, ഞാൻ ഉയരത്തിൽ നിന്ന് നിങ്ങളെ മേൽ ശക്തിയെ പകരും, അതുവരെ നിങ്ങൾ നഗരം വിട്ടു പോകാതിരിക്കണം. I'm going to release my power from on high. ഉയരത്തിൽ നിന്നുള്ള ശക്തി ഞാൻ നിങ്ങളുടെ മേൽ തരും. ആ ശക്തിയിലാണ് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത്. സോ ഞാൻ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ കണക്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ബട്ട് what I'm trying to say is, ഹോൺ ഓഫ് സാൽവേഷൻ എന്ന് പറയുമ്പോൾ ഹോൺ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദാവീദിന്റെ ഗൃഹത്തിൽ ദൈവം കൊമ്പുയർത്തിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞു വരുന്ന യേശുവിനെ കുറിച്ചാണ്. ദാവീദിന്റെ ഗൃഹത്തിൽ നിന്നും വളരെ ശക്തനായ പവർഫുള്ളായ ഒരു കൊമ്പ് ഉയർന്നു വരികയാണ്. അവൻ രാജ്യങ്ങളുടെ മേൽ, രാഷ്ട്രങ്ങളുടെ മേൽ എല്ലാം അവൻ്റെ ശക്തിയെ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ പവർഫുൾ ആയിട്ടൊരു കൊമ്പ് ഉയർന്നു വരിക. ഇവിടെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് എന്നിവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എ ഫസ്റ്റ് ബോൺ ബുൾ, ആദ്യജാതനായ, ആദ്യം പ്രസവിക്കപ്പെട്ട ഒരു കാളയെ പോലെ, ഒരു പോത്തിനെ പോലെ ഉള്ളൊരു ശക്തിയാണ് അവൻ്റെ കൊമ്പുകൾക്കുള്ളത്. അപ്പൊ ദൈവം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷയുടെ കൊമ്പ് ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ഹോൺ പോലെ ഈ കാട്ടുപോത്ത് ഈ കൊമ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എത്ര പേർക്ക് എൻ്റെ മുമ്പിൽ ചെന്ന് വിടാൻ ധൈര്യമുണ്ടാകും? പല വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. കാട്ടുപോത്തിൻ്റെ ആ കൊമ്പിൻ്റെ ശക്തി, അതുകൊണ്ട് പലതിനെയും കുത്തിക്കീറുന്നതും എടുത്തെറിയുന്നതും അതിൻ്റെ അതുപോലെ പവർഫുൾ. ഒരുപക്ഷെ ആ കാട്ടുപോത്ത് തന്നെ പല ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ കൊമ്പിൻ്റെ ബലത്തിലാണ്. അപ്പോൾ ഒരുപക്ഷെ കാലിനേക്കാൾ, ചെവിയേക്കാൾ, ബാക്കിയുള്ള ഏത് ശരീരഭാഗത്തേക്കാളും ഭയങ്കരമായ ഒരു ശക്തിയായിരിക്കും ഈ കൊമ്പുകൾക്കുള്ളത്. ഇതുപോലെ പലതിനെയും കീഴടക്കാനുള്ള, കുത്തി കീറി മറിച്ച് ദൂരെ എറിയുവാനുള്ള ശക്തി ദൈവം തൻ്റെ ജനങ്ങൾക്ക് നൽകും. അനേക നാളുകളിലെ സഖരിയാവിൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ ഇസ്രായേലിൽ ഒരു രക്ഷയുടെ കൊമ്പ് അങ്ങ് ഉയർത്തണമേ. അങ്ങ് വിശുദ്ധ പ്രവാചകന്മാരോട് പറഞ്ഞതുപോലെ ദാവീദിന്റെ ഗൃഹത്തിൽ ഒരു കൊമ്പ് ഉയരട്ടെ. ഞാൻ ചിലരെ കുറിച്ച് പ്രവചിച്ചു പറയാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുകയാണ്. അടുത്തൊരു വചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണേ.
Numbers 23 and verse number 22. സംഖ്യാപുസ്തകം 23-22. അവിടെ കാണുന്നത്, God brought them out of Egypt. They have the strength of a wild ox. ഇവിടെയും ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് they have the strength of a wild ox. ഒരു കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെയുള്ള ശക്തി അവയ്ക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ മിസ്രൈമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ജനങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ they were a weak nation. ഒരു രാജ്യത്തിൻ്റെ അടിമകളായി. നമുക്കറിയാം, ഈ ബ്ലാക്സ്, കറുത്ത വർഗക്കാർ അമേരിക്കയിലും പല രാജ്യങ്ങളിലും വൈറ്റ്സിൻ്റെ സ്ലേവ്സ് ആയിരുന്നു. അവരെ മുഴുവനും അറിയപ്പെടുന്നത് സ്ലേവ്സ് ആയിട്ടാണ്. വൈറ്റ്സിന് വേണ്ടി ജോലി ചെയ്യുന്ന കറുത്ത വർഗക്കാർ മുഴുവനും അടിമകളായിരുന്നു. ഈ അടിമത്വത്തിൽ നിന്ന്, അടിമ കച്ചവടത്തിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഏബ്രഹാം ലിങ്കണും മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറും ഒക്കെ എത്രത്തോളം യത്നിച്ചു, അതുപോലെ പലരും കാണും, ഒത്തിരി പേര് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോഴും റേസിസവും കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ ഒരു ഭയങ്കരമായൊരു ഫ്രീഡം അവർക്കുണ്ടായി. കറുത്ത വർഗക്കാരിൽപ്പെട്ട എത്ര പേർ ഇന്ന് ഉയർന്നു വന്ന് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും ഒക്കെയായി മാറി. ഇതുപോലെ ഈ ദൈവജനമെന്ന് അഭിമാനിച്ചിരുന്ന, സർവപ്രപഞ്ചത്തിൻ്റെയും സർവപ്രപഞ്ചവും രചിച്ച ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ ഒരു രാജ്യത്തിൻ്റെ അടിമകളായി ഇഷ്ടിക ചൂളകളിൽ അടിമവേല ചെയ്ത് കിടക്കുന്നവരെ ദൈവം അവിടുന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ബലം എന്തായിരുന്നു? കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിലുള്ള ബലം. ആ രണ്ട് കൊമ്പുകൾക്കിടയിൽ എന്ത് പെട്ടാലും എൻ്റെ പരിപാടി തീർന്നു. അത്രയ്ക്ക് പവർ അതിനുണ്ട്. ഇവിടെ പറയുന്ന അനാലജി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മക്കൾക്ക് അവൻ തൻ്റെ ബലം കൊടുക്കുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. നമ്മളീ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ, കർത്താവേ ഞാൻ പൊടിയാണ്, കൃമിയാണ്, കൊക്കോപ്പുഴുവാണ് എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തും, മണ്ണാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ താഴ്ത്തിയൊക്കെ പ്രാർത്ഥിക്കും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്തുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവ് ഞാൻ പൊടിയാണെന്ന്, മണ്ണാങ്കട്ടയാണെന്ന്, മണ്ടരിയാണെന്ന് പറഞ്ഞു. പക്ഷേ പിശാചിൻ്റെ മുമ്പിൽ പോയി അത് പറയരുത്. ദൈവമക്കൾക്ക് പറ്റുന്ന തെറ്റ്, ഈ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഏഴയാണ്, പൊടിയാണ്, കൃമിയാണ് എന്ന് പറയുന്ന അതേ ഭാവം തന്നെ ശത്രു വരുമ്പോഴും ആ ഭാവത്തിൽ നിൽക്കും. തീർന്നു, പരിപാടി തീർന്നു. യേശുവിന് ലാം ഫേസും ഉണ്ട്, ലയൺ ഫേസും ഉണ്ട്. അറിയാലോ, ദൈവത്തിൻ്റെ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ ഹീസ് ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. ശത്രുക്കൾ മുമ്പിൽ വരുന്ന സമയത്ത് യേശു കുഞ്ഞാടല്ല, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവം മുമ്പാകെ അവൻ കുഞ്ഞാടായി നിൽക്കുന്നു. അറക്കുവോ, എന്ത് വേണേലും ചെയ്തു, എന്ത് സാക്രിഫൈസിനും തയ്യാറാണ്, യാഗമാകാൻ തയ്യാറാണ്, അതുപോലെ താഴ്ന്നു നിൽക്കുന്നു. എന്നാൽ സാത്താൻ വരട്ടെ, ഈസ് എ ലയൺ. ശത്രുക്കൾ വരുമ്പോൾ അവൻ സിംഹമായി മാറുന്നു. ഇതേ ഭാവമാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകേണ്ടത്. ദൈവസന്നിധിയിൽ നമ്മൾ എത്ര വേണേലും താഴ്ത്തിക്കും. നമ്മുടെ ബലഹീനതകൾ തുറന്ന് സമ്മതിക്കുകയും ദൈവസന്നിധിയിൽ ഏറ്റവും താഴുകയും ചെയ്യുക. പക്ഷെ പൈശാചിക ശക്തികൾ ആക്രമിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ലയൺ അങ്ങ് എഴുന്നേൽക്കണം നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ കാട്ടുപോത്തിനെ പോലുള്ള ബലം അങ്ങ് എഴുന്നേൽക്കണം. ഈ ഒരു അനാലജിയാണ് ഇവിടെ ഈ കൊമ്പ് എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരു കൊമ്പ്, രക്ഷയുടെ കൊമ്പ് ഉയർത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെയും നാളത്തെയും ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, നിങ്ങൾ ചിലർക്ക് ഇവിടെ നോക്ക്, പ്ലീസ് പ്ലീസ് പ്ലീസ്, വേറെ ഒരു പരിപാടിക്ക് പോലെ ഇവിടെ നോക്ക് പ്ലീസ് പ്ലീസ്. നിങ്ങളിൽ ചിലർക്കെന്നല്ല, നിങ്ങൾക്ക്, ഈ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക്. ഐ എം ടോക്കിംഗ് ടു യു ബ്രദർ, ഐ എം ടോക്കിംഗ് ടു യു സിസ്റ്റർ, അമ്മാമയെ, അമ്മച്ചിയെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്കിളുമാരെ, ആൻറ്റിമാരെ, കുഞ്ഞുമക്കളെ, സഹോദരങ്ങളെ, യുവജനങ്ങളെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് ഒരു രക്ഷയുടെ കൊമ്പ് ഉയർത്തിയെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കർത്താവ് ശക്തി നൽകുകയാണ്. എന്തിന്? എതിർത്തു വരുന്ന സകലത്തെ കുത്തിക്കീറി മറിക്കാൻ ഉള്ളൊരു ശക്തി,
ഒരു കോൺഫിഡൻസ്, ഒരു ഇങ്ങനെ എൻ്റെ പറയേണ്ടത്, ഒരു ധൈര്യം കർത്താവ് അകത്ത് തരും. വിശ്വാസത്തിൻ്റെ ഊക്കും ധൈര്യവും കർത്താവ് അകത്ത് തരിക. നെഞ്ചിലോട്ട് കൈവച്ച് ഒന്ന് സ്വീകരിച്ചേ, കർത്താവ് ഞാൻ ആ ധൈര്യവും ശക്തിയും സ്വീകരിക്കുന്നു. പിശാൻ്റെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഏഴയാണ്, ബലഹീനയാണ്, കൃമിയാണ്, വരെയാണെന്നൊന്നും പറയല്ലേ. പകരം യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ കുഞ്ഞാണ് ഞാൻ, പൊക്കോ, യേശുവിൻ്റെ നാമത്തിൽ മാറുക എന്ന് പറയാനുള്ളൊരു ധൈര്യം രക്ഷയുടെ കൊമ്പ് നിനക്ക് വേണ്ടി കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുക, നിങ്ങളുടെ ചാങ്കിനകത്തോട്ട് കർത്താവ് ധൈര്യവും ബലവും പ്രത്യാശയും, എന്നെ വന്നാലും രോഗം വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും പ്രശ്നങ്ങൾ വന്നാലും, സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങി അല്ലേ, പർവ്വതങ്ങൾ സമുദ്രത്തിലേക്ക് വീണിട്ട് അതിൽ നിന്ന് സുനാമി തിരമാലകൾ എഴുന്നേറ്റ് വന്നാലും ഞാൻ ഒന്നും ഭയപ്പെടുകയില്ല, കാരണം നീ എൻ്റെ സങ്കേതമാണ്. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ധൈര്യവും ബലവും ഉണ്ടാകട്ടെ. രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ ക്യാൻസർ സെല്ലുകൾ ഇപ്പോൾ കത്തിപ്പോകട്ടെ. എല്ലാവരും പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കത്തിപ്പോട്ടെ. പറഞ്ഞേ, നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലായിരിക്കാം, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ കത്തിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്യാൻസർ മരിക്കും, നിങ്ങൾ ജീവിക്കും. ക്യാൻസറിനെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക ഇൻ ജീസസ് നെയിം. മഞ്ഞപ്പിത്തം ബാധിച്ച ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഈ ലിവറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. പലതരത്തിലുള്ള ബ്ലീഡിങ്, ഹെമറേജ് യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ആ വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി. വലിയൊരു ഹീലിംഗ് അറ്റ്മോസ്ഫിയർ, അഭിഷേകം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രാപിച്ചോ, ആർക്ക് വേണേലും ഇൻ ജീസസ് നെയിം. ഫിസ്റ്റുല, ഫിഷർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കരിയാത്ത വ്രണങ്ങൾ, ഹീലാകാത്ത വൂൺസ് യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ ഇൻ ജീസസ് നെയിം. ഈ നട്ടലിൻ്റെ ഡിസ്കുകൾക്കിടയിലുള്ള കംപ്രഷൻ യേശുവിൻ്റെ നാമത്തിൽ അത് ലൂസ് ആകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. HIV പോസിറ്റീവ് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. മാരകമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. കർത്താവ് തിരുനാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇതിപ്പോൾ തന്നെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് വിളിക്കുക, പ്രാർത്ഥന വിവരങ്ങൾ പറയാം. ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പ്രൊമോട്ടർ, ഒരു സ്പോൺസർ, പാർട്ട്ണറൊക്കെ ആയി നിങ്ങൾക്ക് മാറാം. വിളിക്കുക. ആമസോണിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ കൈവശമാക്കാം. നാളെ നമുക്ക് വീട്ടിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.